ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പഠിച്ചു നേടാം ITക്ക് A+. 10ാം ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം. തന്നിരിക്കുന്ന മാതൃകയിലുള്ളൊരു CD-യുടെ കവർ പേജ് GNU Linux 14.04 ഒരു കവർ പേജ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് cdcover.svg എന്നൊരു ഫയൽ തന്നിട്ടുണ്ട്. അതിനെ എഡിറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ്, വെക്ടർ ഗ്രാഫിക്സ് എടുക്കുന്ന ക്രമത്തിൽ ഇങ്ക്സ്കേപ്പ് തുറക്കാം. ഫയൽ ഓപ്പൺ ക്രമത്തിൽ ആ ഫയൽ തുറക്കുക. cdcover.svg എന്നത് ഫയൽ തുറക്കുക. സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു വൃത്തം വരയ്ക്കുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് വൃത്തത്തെ ആവശ്യമായ സ്ഥലത്തേക്ക് ക്രമീകരിക്കുക. ആ നോഡുകളിൽ ക്ലിക്ക് ചെയ്ത്, ആ ഹാൻഡിലുകളിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വലിപ്പം ആവശ്യമായ സ്ഥലത്തിലേക്ക് ക്രമീകരിച്ച് വയ്ക്കുക. വൃത്തം ക്ലിക്ക് ചെയ്ത് ആ വൃത്തം ടെക്സ്റ്റിന് പുറകിലേക്ക് ക്രമീകരിക്കേണ്ടതുണ്ട്. ഒബ്ജക്റ്റ് ലോവർ ടു ബോട്ടം എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അതിനെ പുറകിലേക്ക് ക്രമീകരിക്കുക. ഇപ്പോൾ വരച്ചിരിക്കുന്ന വൃത്തം താഴെയും അതിൽ വന്നിരിക്കുന്ന ടെക്സ്റ്റുകൾ അതിന് മുകളിലുമായിട്ട് വന്നിട്ടുണ്ട്. ചോദ്യത്തിൽ പിന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് itschool.gov.in www.itschool.gov.in എന്ന് പറയുന്ന വാചകം ടൈപ്പ് ചെയ്ത് ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനായി ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ആ വാചകം ടൈപ്പ് ചെയ്ത് ചേർക്കുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ വലിപ്പം ക്രമീകരിക്കാം. അതിനുശേഷം അതിന് വൈറ്റ് കളർ നൽകാം. താഴെയുള്ള നോഡിൽ ക്ലിക്ക് ചെയ്ത് താഴെയുള്ള കളർ പാലറ്റിലെ വൈറ്റ് കളറിൽ ക്ലിക്ക് ചെയ്ത് അതിന് വെളുത്ത നിറം നൽകാം. ഇനി ആ itschool.gov.in എന്ന് പറയുന്ന വാചകം പുട്ട് ഓൺ പാത്ത് സംവിധാനം ഉപയോഗിച്ച് സെമി സർക്കിൾ രീതിയിൽ ക്രമീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനായി ഇതിനുള്ളിൽ ഒരു സർക്കിൾ കൂടി നമുക്ക് വരയ്ക്കാം. സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു വൃത്തം കൂടി വരയ്ക്കണം. അതിനുശേഷം ആ വാചകത്തിന് ആ സർക്കിളിൽ നിൽക്കുന്ന രീതിയിൽ നമുക്കതിനെ ഉൾപ്പെടുത്താം. ആ വൃത്തത്തെ, പുറത്തുള്ള വൃത്തത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. വൃത്തം സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വലിപ്പം ക്രമീകരിച്ച് മറ്റൊരു നിറവ് നൽകി വലിപ്പം ക്രമീകരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ക്രമീകരിക്കുന്നു. ഉള്ളിലായിട്ട് ക്രമീകരിച്ച ശേഷം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്, അതായത് പുറത്തുനിന്ന് എടുത്തിരിക്കുന്ന ആ ഒരു വൃത്തത്തിനെയും itschool.gov.in എന്ന് പറയുന്ന വാചകത്തിനെയും കീബോർഡിലെ ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് സെലക്ട് ചെയ്യുക. ഈ രണ്ട് ഒബ്ജക്റ്റുകളെ ഒരുമിച്ച് സെലക്ട് ചെയ്ത ശേഷം, അതായത് സർക്കിളിനെയും ആ ടെക്സ്റ്റിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്ത ശേഷം ടെക്സ്റ്റ് മെനുവിൽ നിന്നും പുട്ട് ഓൺ പാത്ത് സെലക്ട് ചെയ്യും. ടെക്സ്റ്റ് പുട്ട് ഓൺ പാത്ത്. അപ്പോൾ ആ വാചകം ആ വൃത്തത്തിൽ തന്നെ വന്നിരിക്കുന്നു. അതിനെ സ്പേസ് ബാർ ഉപയോഗിച്ച് കൃത്യമായ സ്ഥലത്ത് നമുക്ക് ക്രമീകരിക്കുകയും ചെയ്യാം. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഉള്ളിലുള്ള പുതിയ വൃത്തത്തെ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ നിന്നും അതിൻ്റെ ഫില്ല് ഒഴിവാക്കാം. ഇപ്പോൾ അതിൻ്റെ ഫില്ല് അവിടെ ഒഴിവാവുകയും, അതായത് ആ വൃത്തത്തിൽ തന്നെ നിൽക്കുകയും അതൊരു സെമി സർക്കിളിൽ നിൽക്കുന്ന അവസ്ഥ വരികയും ചെയ്യുന്നുണ്ട്. സർക്കിൾ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു വൃത്തം കൂടി വരയ്ക്കാം. യെല്ലോ കളർ സെലക്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഒരു വൃത്തം കൂടി വരയ്ക്കുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് ആവശ്യപ്പെട്ടതുപോലെ ആയി. എങ്കിലും പുറത്തുള്ള കളറും അകത്തുള്ള കളറും വ്യത്യാസമുള്ളത് കൊണ്ട് നമുക്ക് ഡിഫറൻസ് മെനുവിൻ്റെ സാധ്യത ഉപയോഗിച്ച് ഇതിനെ ഒരുമിച്ച് ഒരേ നിറത്തിലേക്ക് എത്തിക്കാം. അതിനായി രണ്ട് വൃത്തങ്ങളും സെലക്ട് ചെയ്തിട്ട് പാത്ത് മെനുവിൽ നിന്ന് ഡിഫറൻസ് എടുക്കുമ്പോൾ ആ ആവശ്യപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള ഫയൽ തയ്യാറായതായി ശ്രദ്ധിക്കുക. അത്യാവശ്യം എല്ലാ ടൂളുകളും ഉപയോഗിക്കുന്നൊരു വർക്കായിരുന്നു ഇത്. ആവർത്തിച്ച് ചെയ്ത് പഠിക്കുക. IT വീഡിയോ ക്ലാസുകൾ ഇനി മൊബൈൽ ആപ്പിലും
പ്ലേ സ്റ്റോറിൽ നിന്നും വിപിൻ മഹാത്മാ മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.